നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ഡോക്ടർമാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആ ആവശ്യങ്ങൾ ന്യായവുമാണ്. മറുവശത്ത് പ്രതി നിലതെറ്റിയ ഒരു മനുഷ്യനാണ്. ലാളിച്ചു വളർത്തിയ മകളെ നഷ്ടമായ ഒരച്ഛനാണ്. മകളുടെ മരണത്തിൽ നീതി തേടിപ്പോയതാണ് അയാൾ. ആ വഴി തെറ്റായിരുന്നു, നിയമവിരുദ്ധമായിരുന്നു. പക്ഷേ മകളെ നഷ്ടമായ അച്ഛന് അത് മനസ്സിലായില്ല. കുട്ടികളും ഭാര്യയും മാത്രമാണ് തൻ്റെ ലോകം എന്നയാൾ വിശ്വസിച്ചു. ആ മനസ്ഥിതിയാണോ ഈ ദുരന്തത്തിന് കാരണം? വെട്ടേറ്റത് തീർത്തും നിരപരാധിയായ ഒരു ഡോക്ടർക്കാണ്. അതുകൊണ്ട് തന്നെ നിയമപുസ്തകങ്ങളും നീതിന്യായ സംവിധാനങ്ങളും സനൂപിനെ കുറ്റവാളി എന്ന് തന്നെ വിളിക്കും. ഡോക്ടർ വന്ദനാദാസിൻ്റെ ദാരുണമായ കൊലപാതകം കണ്ട് നടുക്കം മാറാത്ത ആരോഗ്യമേഖല സുരക്ഷിതയ്ക്കായി മുറവിളി കൂട്ടുന്നു. എന്ന് തൻ്റെ മനസ്സ് കൈവിട്ടുപോയി എന്ന് പശ്ചാത്തപിച്ച് വിതുമ്പുന്ന സനൂപിനോട് പൊറുക്കുമോ കേരളം? നമ്മുടെ പൊതു നീതിബോധത്തിൽ സനൂപ് ഒരു ആക്രമിയാണോ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ഏക വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം കടന്നുപോയത്. ശ്രീനിവാസൻ ആർക്കൊപ്പം നിൽക്കും? ഈ അച്ഛന് ദയ നൽകേണ്ടതുണ്ടോ? ഇത് ആരുടെയും കുറ്റമല്ല. സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നത് ആരായാലും ചെയ്തു പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. അതിൽ ശരിക്കും പറഞ്ഞ സർക്കാർ ഇതിൽ അയാളുടെ പേരിലുള്ള നടപടിയിൽ നിന്ന് ഒരു അല്പം സ്നേഹം ഉണ്ടെങ്കിൽ മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നു, കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കരുണ അർഹിക്കുന്നോ ഈ മനുഷ്യൻ? ദയ അർഹിക്കുന്നോ സനൂപ്? നമസ്കാരം മനു. നമസ്കാരം. ഇത് നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല. ആ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു ഡോക്ടറെ വെട്ടുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ ന്യായീകരിക്കാൻ ഒരിക്കലും പാടില്ല. പക്ഷേ ഈ ഡോക്ടർമാരും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ ജീവനും അവരുടെ ജീവിതവും ഈ ഡോക്ടർമാരെ പോലെ ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഡോക്ടറും ചെയ്യണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു, വൈറ്റിലിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരും കുറെയൊക്കെ ഇത് ചെയ്യണം. കാരണം വെച്ചാൽ ഒരു മകളൊക്കെ ഇതുപോലെ മരിക്കുമ്പോഴത്തേക്കും അവര് പറഞ്ഞ് ഈ ആളോട് മനസ്സിലാക്കിയെങ്കിലും വേണം. ഇതൊന്നും ഇവര് മാറിക്കളയും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇതിനാരാ ഒരു പരാതി കൊടുത്ത് നടപടി എടുക്കേണ്ട ആരാ? സർക്കാർ. അതൊന്നും എടുക്കാനുള്ള ഇതുമില്ല. കാരണം പരാതിയും കൊടുത്ത് നടക്കുള്ളൂ, നടപടികളൊന്നും ഉണ്ടാവില്ല. അവസാനം ഇതൊന്നും പരാതിയൊന്നും ചെയ്താൽ അതിലൊരു നീതിയൊന്നും തൻ്റെ മകൾക്ക് കിട്ടില്ല എന്നൊക്കെ ഇയാൾ ഈ ആകെ വൈകാരികമായ നിമിഷത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടാകണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം അയാൾക്ക് അറിയാം പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ എന്തോരം സംഭവങ്ങളുണ്ടെന്നറിയാം. ആരും പരാതി കൊടുത്ത നടപടിയൊന്നും ഉണ്ടാവാറില്ല. കാരണം അവര് തന്നെ കുറ്റക്കാരായി മാറും. ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഇത് നമ്മളത് തല്ലിപ്പൊളിച്ചെന്ന് നമുക്കിത് കേസൊക്കെ വരും. കാര്യം ഡോക്ടർ ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും ചെയ്തു പോകും. കാരണം ചില ഇത് അങ്ങനെ നമ്മുടെ സ്വന്തം മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു നീതി നിഷേധിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു, ഇതുപോലും പറയാൻ ഡോക്ടർമാർ തയ്യാറാവൂല. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു, സുഖമല്ലേ എന്ന് പറയുന്നു. ആ ദീർഘനാളായി എന്നെ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ദീർഘനാളായി കാണാതിരുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഷിജു മറ്റ് ആളുകൾക്കൊക്കെ, പ്രവീണ ഉൾപ്പെടെ രേണുവയ്ക്കൊക്കെ പിന്നെ അവരുടെ ആശംസകൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവീണ ഇത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രവീണയ്ക്ക് ആശംസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പീപ്പിൾ ആർ 50-50 ഇൻ ദിസ് കേസ്. സോ സപ്പോർട്ട് ഡോക്ടേഴ്സ്. 50 സപ്പോർട്ട്സ് ദ ഡോക്ടേഴ്സ്, 50 സപ്പോർട്ട് ദ ഫാദർ. അപ്പോൾ ഇവിടെ കേരളം മനസാക്ഷി, അത് ഒരു ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെ. കേരള മനസാക്ഷി ഇവിടെ രണ്ടായിരിക്കുന്നു. ഡോക്ടർ വന്ദനാദാസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡോക്ടർക്കൊപ്പമായിരുന്നു. അതിൽ നമ്മൾ ആ കുറ്റവാളിയെ കൃത്യമായി ശിക്ഷിക്കണമെന്ന നിലപാടെടുത്തത്. ഇവിടെ എന്തുകൊണ്ടോ മലയാളികൾ രണ്ട് വിഭാഗങ്ങളായി തിരിയുന്നു.
ഈ അച്ഛനെ ചിലർക്കൊക്കെ ആ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് നീതിയില്ലേ എന്ന് എന്നോട് ഗൗതമും ചോദിക്കുന്നു. അതും ശരിയാണ്. തീർത്തും നിരപരാധിയായ ഒരു ഡോക്ടർക്കാണ് ഈ വെട്ടേറ്റത്. അപ്പോൾ അതും നീതീകരിക്കാനാകില്ല. അപ്പോൾ ഞാനും അങ്ങനെ ഒരു വലിയ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊതുവേദിയിലെ പ്രേക്ഷകർ ഇതെന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വിഷയം എടുത്തത്. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ചന്ദ്രൻ നായർ, അങ്ങ് പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളൊരു ആളാണല്ലോ. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ്. ആർക്കൊപ്പം നിൽക്കും കേരളം? സാർ പൊതുപ്രവർത്തനം എന്ന് സാറ് സൂചിപ്പിച്ചതുകൊണ്ട് പറയട്ടെ സാർ, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്കുള്ള കലാപരിപാടികൾ, അതായത് നമ്മുടെ ഈ ഓട്ടം ചാട്ടം, അതിലൊക്കെ 5 അവാർഡ് ഇന്നലെ ഒന്നിച്ച് വാങ്ങിച്ച ആളാണ് സാർ. നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും 5 അവാർഡുകളാണ് സാർ ചന്ദ്രൻ നായർ വാങ്ങിച്ചത്. എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിഷയത്തിലേക്ക് വരാം സാർ. ഈ സനൂപ് എന്ന് പറഞ്ഞ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയാവസ്ഥ കൊണ്ട് അദ്ദേഹം ചെയ്തു പോയതാണ് സാർ. അതായത് സ്വന്തം മകന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയാണ്. അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ മാപ്പ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഡോക്ടറെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് രണ്ടും പരിഹരിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട് കേട്ടോ, പാലക്കാട്. സുബ്രഹ്മണ്യൻ കേൾക്കാമോ? സ്വന്തം കുട്ടി നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വികാരമാണല്ലോ അത്. നമ്മളായാലും അതിലൊരു ചെറിയൊരു പ്രശ്നം ചെയ്യാമായിരുന്നത്, ഡോക്ടർക്ക് ഈ കുട്ടി വന്ന് അവിടെ അഡ്മിറ്റ് ആവുമ്പോ തന്നെ കുട്ടിക്ക് ഇന്നതാണ് വിഷയം, ഇന്ന അസുഖമാണ്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അച്ഛാ, ഞങ്ങൾ അതിനോട് പരമാവധി നോക്കുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ ഒരു മാനുഷിക മൂല്യം പലപ്പോഴും ഈ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് ഇല്ലേ? കാരണം ഒന്ന് അവരുടെ തിരക്കാണ്. അതാണ് സാറേ ഒരു പ്രശ്നം. അത് ചെയ്തിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇത് ചെയ്യില്ലായിരുന്നു. അല്ല, അവിടെ ഭയങ്കര തിരക്കാണ്, ഡ്യൂട്ടിയിലാകെ ഡോക്ടർമാരേ ഉള്ളൂ, പരിമിതമായ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർമാർ ജോലി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കിതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? നമ്മൾ ഒരു മറ്റൊരു സ്വകാര്യ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നിങ്ങളുടെ അസുഖം എന്ന് പറയുന്നു. അതാണ് നമ്മൾ ഒരു പെരുമാറ്റമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ അച്ഛൻ എന്തായാലും എനിക്ക് എൻ്റെ ഒരു മകൾ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? സ്വാഭാവികമായി നിങ്ങൾ നിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് ചിന്തിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവും. ഇത് എന്താ ചെയ്യേണ്ടിയെന്ന് വെച്ചാൽ, വന്നപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇന്നതാണ് വിഷയം, ഇങ്ങനെ ഒരു മസ്തിഷ്കത്തിൽ ഒരു വിഷയമുണ്ട്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അച്ഛാ, നിങ്ങൾ നോക്കണം, ഞങ്ങൾ എങ്ങനെ പരമാവധി നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഡോക്ടറെ ദൈവത്തിനെ പോലെ കാണും അയാൾ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നീലേശ്വരത്ത് നിന്ന് ബാബുരാജ് എന്നോട് ചേരുകയാണ്. ബാബുരാജ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ സാധാരണ നാടൻ മണ്ണിൽ എടുക്കുന്ന ആളാണ്. അപ്പോൾ ശ്രീ ബാബുരാജ്, ഇവിടെ ഡോക്ടർമാരുടെ സുരക്ഷ വേണം. അവർ 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ് പലരും. അവരുടെ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, പക്ഷേ മറുവശത്ത് തൻ്റെ ലോകം ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. നമുക്കറിയാം, അയാൾ പ്രണയവിവാഹിതനാണ്. 2 മതങ്ങളിൽ നിന്ന് അവർ കല്യാണം കഴിച്ചു. അവർ അങ്ങനെ ആ കാരണം കൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി. അവർക്കാരുമില്ല, അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആ കുടുംബം മാത്രമാണ് അവരുടെ ലോകം എന്ന് വിശ്വസിക്കുന്നിടത്ത് വലിയ ആഘാതം അവരെ തേടി എത്തുകയാണ്. ആ ആഘാതത്തിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നിലവിട്ട് പെരുമാറി. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി അനീഷുമായി ഞാൻ സംസാരിക്കുമ്പം അനീഷ് നേരത്തെ ഈ മനുഷ്യനോട് സംസാരിച്ചിരുന്നു. അങ്ങേയറ്റത്തെ പശ്ചാത്താപം കൊണ്ട് വിതുമ്പുകയാണ്. പറ്റിപ്പോയി, എൻ്റെ സമനില തെറ്റിപ്പോയി, എൻ്റെ കയ്യിൽ നിന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ആ മനുഷ്യന് നിയമപുസ്തകം കുറ്റക്കാരനെന്ന് വിധിക്കും, നീതിന്യായ സംവിധാനങ്ങൾ കുറ്റക്കാരനെന്ന് വിധിക്കും. പക്ഷേ ഒരു ചെറിയ കണികയുടെ ദയ അയാൾ അറിയിക്കുന്നുണ്ടോ? ഈ സംഭവം വെച്ചാൽ ഈ ഒന്നാമത് ടെൻഷനാണ് ഈ നാട്ടിലെ സ്പീഡ് ടെൻഷൻ. അത് എല്ലാവർക്കും വേവലതിയാണ്, ഡോക്ടർക്കടക്കം വേവലതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഭരണകർത്താക്കള് പരാജയപ്പെട്ട ഒരു സമീപനമാണ്. പക്ഷെ അവർ നേരിടേണ്ട ഒരു പല കാര്യങ്ങളും നേരെയാവും. അതായത് ഒരു കുട്ടീനെ നഷ്ടപ്പെട്ട അച്ഛൻ എത്ര താളം വെച്ച് വളർത്ത കുട്ടിയാണ്, പെട്ടെന്ന് അവസാനത്ത് വേറെ ആരാണെന്ന് ചിലപ്പം അങ്ങനെ ചെയ്തു. അത് നിയമത്തിനിടെ വിലയില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷിജു പറയുന്ന ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ഡോക്ടർ വന്ദന കേസിൻ്റെ പാർട്ട് 2 ആണ് ഇത് എന്ന് പറയുന്നു. സോ പാത്തറ്റിക് എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു ഏതൊരച്ഛനും ചെയ്യാൻ സാധ്യതയുള്ളതാണ് അദ്ദേഹവും ചെയ്തത്. എത്ര തന്നെ ജീവനാണ് ഇരുവരുടെ അനാഥത്വം മൂലം നഷ്ടപ്പെട്ടത്. ഇതെല്ലാം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നു. പത്മ എന്നോടൊപ്പം ചേരുന്നു. സനൂപ് ഒരു അച്ഛനാണ്, പുള്ളി ദയ അർഹിക്കുന്നു എന്ന് പത്മ നീലൻ എന്നോട് പറയുന്നു. അപ്പോൾ നിരപരാധിയായൊരു ഡോക്ടറും
അത് വേണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ ഒരു കൃത്യത, ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നം എനിക്കുള്ളതുപോലെ തന്നെ ശ്രീമതി പത്മ നീലിനും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്, ജയകുമാറും നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേരുന്നുണ്ട്. കമാൻഡർ മാത്യു, അങ്ങ് ഒരു സൈനികനായിരുന്നു, അങ്ങ് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ഇവിടെ പക്ഷേ വൈകാരികമായൊരു വിഷയമാണ്. അങ്ങ് ഈ വൈകാരിക വിഷയത്തിൽ അതിൻ്റെ വൈകാരികതയ്ക്ക് എത്ര പ്രാധാന്യം നൽകും, അതോ കൃത്യമായ നിയമം മാത്രമാണ് നമ്മളിവിടെ നോക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്? എന്റെ മോളും ഡോക്ടറാ, കാർഡിയോളജി വർക്ക് ചെയ്യുക. ബോംബെയിൽ കാർഡിയോളജി എന്റെ മോളും വർക്ക് ചെയ്യുക. അപ്പം മകളൊക്കെ ഈ വിഷയം സംസാരിച്ചു? അതെ അതെ, മോളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഇപ്പൊ വൈഫ് ആണെങ്കിൽ ICUവിലെ നേഴ്സാ, വൈഫും സംസാരിച്ചു. ഇതിനകത്തിലേ ഞാൻ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാലേ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഒരു പേഷ്യന്റിന്റെ ഫാദർ നിയമം കയ്യിലെടുക്കുന്നത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് റിഗാർഡ്ലെസ് മനു, അത് തെറ്റാണ് കാര്യം. പിന്നെ മനു ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ക്യാപ്റ്റന്റെ സിസ്റ്റമാണ് ഇതിനെല്ലാം കുഴപ്പം. ക്യാപ്റ്റന്റെ സിസ്റ്റം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗവൺമെന്റ് ആശുപത്രികളെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ് ക്യാപ്റ്റന്റെ സിസ്റ്റവും. ഒരു സർക്കാരിനെ കുറ്റം പറയില്ല, പക്ഷേ എങ്കിലും ഒരു ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ നമ്മൾ സാധിച്ചിട്ടില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പേഷ്യന്റിനെ സംസാരിക്കണ്ടേ? അവർ ആനുപാതികം നോക്കിക്കേ. ഡോക്ടർ പേഷ്യന്റ് ആനുപാതികം നോക്കിയിട്ട് ഡോക്ടർമാർക്ക് മൂത്രം ഒഴിക്കാൻ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർമാർക്ക് സമയമില്ല. അത്രമാത്രം ഡോക്ടർമാരുണ്ട്, ആവശ്യം പേഷ്യന്റ് ഉണ്ട്, ആവശ്യം ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, എക്യുപ്മെന്റ്സ് ഇല്ല, മെഡിസിൻ ഇല്ല. പിന്നെ ക്യാപ്റ്റന്റെ സിസ്റ്റം നല്ലത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഇത് ഡോക്ടർ വന്ദനാദാസിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ കേരളം ഇത് വലിയ തോതിൽ ചർച്ച ചെയ്താണ്. അവിടുന്ന് നമ്മൾ എത്ര മാറി? എന്തൊക്കെ? ഒന്നും മാറിയിട്ടില്ല. നമ്മള് എന്തുകൊണ്ട് ഇവര് 8 പോസ്റ്റ് വെച്ചില്ല മനു? എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും 8 പോസ്റ്റ് വെക്കണം. ഇവരെന്തുകൊണ്ട് 8 പോസ്റ്റ് വെച്ചില്ല? ഒരു ഡോക്ടറെ മുന്നേ ഒരുത്തൻ ആയുധമായിട്ട് ചെല്ലുവാണ് മര്യാദ. അതാണ് മര്യാദ. ഏതോ ആയിക്കോട്ടെ, എല്ലാവരും നമുക്കെല്ലാം മക്കളുണ്ട്. നമ്മുടെ എല്ലാം ഒരു കുഞ്ഞു പോകുന്ന നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പിതാവ് എന്റെ മകൻ മരിച്ചെന്ന് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലല്ലോ. മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല മനു ഇത്. അല്ല, ഈ പൂർണ്ണമായി ഡോക്ടർ ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. സൂപ്രണ്ടിന്റെ മുറിയിൽ യാദർശികമായി അദ്ദേഹം ഇരുന്നു പോയി. സൂപ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല, ഈ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. സൂപ്രണ്ടിനെ തേടിയാണ്. നിങ്ങളുടെ ചാനലിൽ തന്നെ ഇന്ന് പറഞ്ഞതാണ്, രാവിലെ ഡോക്ടർ പറയാം ഞാനും കുളിച്ച് എന്റെ ഭാര്യ മക്കളെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നവനാണെന്ന്. എന്താ മറുപടി പറയേണ്ടത്? നമ്മുടെ ഡോക്ടർമാർക്ക് സേഫ് ആൻഡ് സെക്യൂരിറ്റി ഇല്ലേ? ലൈഫിന് സേഫ് ആൻഡ് സെക്യൂരിറ്റി ഇല്ലേ? എന്താ ഈ നടക്കുന്നത്? ഇവർ പോലീസ് ഹെഡ് പോസ്റ്റ് അവിടെ വെക്കണമായിരുന്നു. ക്യാപ്റ്റന്റെ ഡിപ്പാർട്ട്മെന്റും കൂടെ അവിടെ പോലീസ് ഹെഡ് പോസ്റ്റ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു പേഷ്യന്റ് ഡോക്ടേഴ്സ് ആനുപാതികം വേണമായിരുന്നു. സന്തുലനാവസ്ഥ ഇത് ഇവർക്കില്ല. ഇവർ ഒരു ആവശ്യം വരുമ്പോഴാണ് ഇവിടെ കിടന്ന് കൂവുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോ ഇവർ ബോട്ട് അന്വേഷിക്കും. KSRTC-ല് 4 പേരെ ഇടിച്ചു കഴിയുമ്പം KSRTC അന്വേഷിക്കും. KSRTC കാരണം മണ്ടയ്ക്ക് കയറും. ഒരു നിസ്സാരപ്പെട്ട ഡ്രൈവറെ 4 കുപ്പിയാണ് വെള്ളത്തിന്റെ ഇട്ടപ്പം അവനിട്ട് അടിക്കുക. അവനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവിടെ എന്ത് കേരളത്തിൽ നടക്കുന്നത് മനു? എന്തോ നടക്കുന്നേ? യെസ്, വ്യക്തമാണ്. അപ്പോൾ സാധാരണ ഈ സൈനിക കാര്യങ്ങൾ, ടാക്സ് അല്ലെങ്കിൽ നികുതി, നീതിന്യായ സംവിധാനം, ഇതൊക്കെയായിട്ട് കമാൻഡർ മാത്യുവുമായി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിലൊക്കെ കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആ മേഖലയിലും വലിയ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ. ഏതായാലും അത് ഒരു പ്രധാനപ്പെട്ട, അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരിൽ ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ഓർത്തത് കേട്ടോ. കാരണം ഈ കേസിലെ പ്രതി നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു എന്ന് തന്നെ കോഴിക്കോട് റിപ്പോർട്ടർ വിളിച്ചു പറയണം. കാരണം ഈ സംസാരിക്കുമ്പോൾ അയാൾ ഈ ന്യൂസ് 18 പൊതുവേദിയെക്കുറിച്ച് ഞങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടർ അനീഷിനോട് പറയുകയും അതിൻ്റെ ചില ക്ലിപ്പിങ്സൊക്കെ താൻ ശേഖരിച്ച് വെച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കേട്ടപ്പോൾ ഇങ്ങനെയൊരു മനുഷ്യൻ അങ്ങനെയൊരു ദുരന്തത്തിൽ പോകാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോവുകയും ചെയ്തു. ഭയങ്കര വൈകാരികമായി പോയ, അതുകൊണ്ടാണ് ഈ തുടക്കം തൊട്ട് എൻ്റെ നാക്കിങ്ങനെ ഇടറി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം വിളിച്ചിട്ട് പേര് ചോദിച്ച് കോൾ കട്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഗൗതം ചോദിച്ചത്. എന്താ ഗൗതം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനല്ലേ? ഗൗതം ഇന്നലെ വരെ പ്രതികരിച്ച ഒരാളല്ലേ? ഇന്നലെ എന്ന് വെച്ചാൽ ഞാൻ വന്ന ഏറ്റവും അവസാന ദിവസം പേര് ചോദിച്ചിട്ട് കോൾ കട്ടാക്കുന്ന ഒരു സമ്പ്രദായം ന്യൂസ് 18-ലുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇല്ല എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ, എല്ലാ ദിവസവും പൊതുവേദിയിൽ വിളിച്ച് അഭിപ്രായം പറയുന്ന ഒരാൾ കോൾ കട്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കട്ടാക്കിയതല്ല, എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഗൗതം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മുടെ പ്രധാനപ്പെട്ട പ്രേക്ഷകനാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ഒരു കാസർഗോഡുകാരനാണ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഓക്കെ, അപ്പോൾ തോമസ് കെ സിക്ക് മനോരമയോടാണ് കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങൾ ക്യാച്ച് ചെയ്യുന്നു, നിങ്ങളുടെ റേറ്റിംഗ് കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അത് പലതവണ നമ്മൾ തോമസ് കെ സി പലതവണ ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവേദി അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റേറ്റിംഗ് കിട്ടും എന്നൊരു പരിപാടിയായി തുടങ്ങാൻ ഉദ്ദേശിച്ചതല്ല. കാരണം ഇവിടെ ഇത് മുഴുവൻ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകരാണ്, അവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒരു പ്രേക്ഷകർക്ക് തിരിച്ചഭിപ്രായം പറയാനുള്ള ഒരു സാവകാശം, അത് റേറ്റിംഗ് നോക്കാതെ അതിൻ്റെ ധനനഷ്ടം നോക്കാതെ ഒരു സമയം കൊടുക്കുക എന്ന ഒരു കുറേ കൂടി മൂല്യവത്തായ ഒരു ആശയം മുൻനിർത്തിയാണ് പൊതുവേദി തുടങ്ങുന്നത്. അപ്പോൾ അതിൽ റേറ്റിങ്ങിനൊരു വിഷയം ഇല്ല. പക്ഷേ എന്തുകൊണ്ടോ പ്രേക്ഷകരെ അവതരിപ്പിക്കുന്നത് കൊണ്ടാകാം ന്യൂസ് 18 പരിപാടികളിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു പരിപാടി എന്ന നിലയിൽ തന്നെ പൊതുവേദി നിൽക്കുന്നു. യൂട്യൂബിലും അത് തന്നെയാണ് സാഹചര്യം. അത് ഞങ്ങളുടെ ഒരു മികവല്ല, അത് ഇതിൽ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പ്രേക്ഷകർ ഇതിനെപ്പറ്റി അത്ര കണ്ട് പഠിച്ച് കൃത്യമായി അഭിപ്രായം പറയുന്നത് കൊണ്ടാണ്. അവരുടെ അഭിപ്രായം നിഷ്പക്ഷമായതും അതുപോലെ തന്നെ അത് നീതിയുക്തമായതും ആയതുകൊണ്ടാണ്. അവർ ലോജിക്കലായി ആ വിഷയങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രതികരണങ്ങൾക്ക് വലിയ വില കിട്ടുന്നത്. സുകുമാരൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ, വളരെ നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, ഹലോ സാർ. ഞാൻ എനിക്ക് 35 വയസ്സുള്ള ഒരു മകനുണ്ട് സാർക്ക്. കേൾക്കാൻ വേണ്ടി കേൾക്കുന്നു. ഈ 35 വയസ്സുള്ള മോനെയും കൊണ്ട് ഞാൻ 6 മാസം പ്രായം എടുപ്പോ പോളിയോ എടുക്കാൻ പോയി. പോളിയോ എടുക്കാൻ പോയപ്പോ എനിക്കുണ്ടായ അനുഭവം ഇതുപോലൊരു അനുഭവമാണെങ്കിൽ സാറേ, അന്ന് ആശുപത്രിയില കുറ്റൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ. കുറ്റൂരോ? പക്ഷെ കണ്ണൂരിലെ ആശുപത്രികൾ ഒക്കെ കുറച്ചും കൂടെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളല്ലേ? ഞാൻ അവിടെയൊക്കെ പോയപ്പോ അല്ല കുറ്റൂര് ഇപ്പൊ ഉണ്ടാവും. അന്ന് ഇപ്പൊ 35 വയസ്സായി. ആവശ്യമാണ് ഞാൻ ഇന്നും പോളിയോ എടുത്തില്ല. അന്ന് കുഞ്ഞായിരിക്കും. പോളിയോ എടുത്തില്ല. എന്റെ അവസാനം കീറിക്കളയേണ്ടി വന്നു. സാറിന് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ്. അപ്പോൾ ഡോക്ടർമാരെ ആസാർക്കാണ് ഇതെല്ലാം ചെയ്യുന്ന ആരും, അല്ലാണ്ട് വെറുതെ ചെയ്യുന്നൊന്നല്ല. ഇന്ന് സാറിന് പറഞ്ഞാൽ മാസത്തിന് കുഞ്ഞിക്കണ്ണ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറുണ്ട് കാങ്കോലി. 20 ഉറുപ്പ്യ സാറ് അയാൾ വാങ്ങുന്നു. ഇന്നും അയാൾക്കില്ല പോലെ ഒരു ആളുമില്ല. പൈസ മാത്രം നോക്കാൻ 20 ഉറുപ്പ്യ അയാളെയും കൊണ്ട് ഒരു ഡോക്ടർക്ക് ഫീസ്. സാറൊന്നും മനസ്സിലാക്കി. കുഞ്ഞിക്കണ്ണ ഡോക്ടർ ഇന്ന് മാത്രം കാങ്കോല ഞായറാഴ്ച അയാൾ അടിക്കും. അയാൾക്ക് ഇന്ന് തിരിയാൻ സമയമില്ല. സാറൊന്ന് പോയി നോക്കണം. അത് കാണണമെങ്കിൽ അയാളെ കാണണമെങ്കിൽ. ഇത്ര നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. ഡോക്ടർമാരുടെ ആളും കുഞ്ഞിക്കണ്ണ ഡോക്ടർ അയാൾ ഇപ്പം സഹകരണത്തിൽ പണിയെടുക്കും. പക്ഷെ 20 ഉറുപ്പ്യക്ക് ഫീസിനാണ് അയാൾ ഇന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഡോക്ടറുടെ ബന്ധുക്കളോ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോ ഇത് കാണുന്നുണ്ടെങ്കിൽ വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഡോക്ടർമാർ കുറെ കൂടി അയാളൊന്ന് കാണിക്കണം. അയാൾ അത്ര അറസ്റ്റിന്റെ ഈ ഹൃദയത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അയാള് പറയാം. അത്രയും നല്ലൊരു ഡോക്ടർ ഈ ലോകത്തുണ്ടാവില്ല. കുഞ്ഞിക്കണ്ണ ഡോക്ടർ കാങ്കോലി ഞായറാഴ്ച അയാൾ വെറുതെ 20 ഉറുപ്പ്യക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ നോക്കുക സാറേ, ഏതെങ്കിലും ഒരു ഡോക്ടർ. യെസ്, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗൗതം നേരത്തെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇപ്പോൾ പൊതുവേദിയെ പ്രശംസിച്ചെത്തിയിട്ടുണ്ട്. പൊതുവേദി നല്ലൊരു പരിപാടിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു, അഭിപ്രായം പറയാൻ സമയം തരുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പൊതുവേദിക്കില്ല, അതൊക്കെ പറയുന്നു. അപ്പോൾ ഗൗതം അപ്പോൾ നേരത്തെ പറഞ്ഞ ഗൗതം പിൻവലിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പൊതുവേദി കട്ട ഫാൻസാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ സുനിൽകുമാറിൻ്റെ ഒരു കട്ട ഫാനുമാണ്. സുനിൽകുമാറും എല്ലാ ദിവസവും പൊതുവേദിക്കൊപ്പം ജോയിൻ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ നമ്മുടെ ശ്രീ MP മണി ഷൊർണൂറിൽ നിന്ന്, അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ MP മണി, കേൾക്കാമോ? ഹലോ. കേൾക്കാം. ഇത് ഒരു വശത്ത് നീതി, ഒരു വശത്ത് കാര്യങ്ങൾ കൈവിട്ടു പോയൊരു മനുഷ്യൻ. നമ്മൾ എന്തു ചെയ്യും ശ്രീ MP മണി? അല്ല, ഈ നമ്മൾ ഒരു കാലത്ത് ഡോക്ടർമാരെന്ന് പറഞ്ഞത് കൺകണ്ട ദൈവങ്ങളായിരുന്നു ജനങ്ങൾക്ക്. പിന്നെ ആ ചിത്രം ആശുപത്രികൾക്ക് ഡോക്ടർമാർക്കെതിരെ ആക്രമിക്കുന്ന ഒരു പ്രവണത വന്നു തുടങ്ങി. അപ്പോ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള വിഷയത്തിലെ അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ ആരും ചർച്ച ചെയ്യാറില്ല. അപ്പൊ രണ്ട് പ്രശ്നമുള്ളത്, ഈ നമ്മൾ ഒരു രോഗി വരുമ്പോൾ ആ കടുത്ത മാനസിക സംഘർഷത്തിലായിരിക്കും രോഗിയുടെ വീട്ടുകാരും. അപ്പോ ഈ രോഗിയുടെ രോഗം എന്താണെന്ന്, അതിന്റെ രസതന്ത്രം എന്താണെന്ന് കൃത്യമായും ഡോക്ടറും രോഗിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, രോഗിയുടെ വീട്ടുകാരും തമ്മിൽ. മാത്രമല്ല, ഈ ചികിത്സ എങ്ങനെയാണ് ഈ രോഗിയിൽ ഫലപ്രദമാകുന്നത്, അതിന്റെ ദുരന്തങ്ങൾ വല്ലതുകൊണ്ടാകും, എല്ലാം കൃത്യമായി രോഗിയും രോഗിയുടെ വീട്ടുകാരും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഇവിടെ. അപ്പൊ അതിലൂടെ സംവിധാനങ്ങൾ ഇല്ലാത്തത് ഈ രോഗികളുടെ എണ്ണത്തിന് അനുപാതികമായിട്ട് ഡോക്ടർമാരുടെ എണ്ണം നമുക്ക് കുറവാണ്. അപ്പൊ ഡോക്ടർമാർക്ക് അതിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് സർക്കാർ ആദ്യം പരിഗണിക്കേണ്ടത് രോഗികളുടെ സംഖ്യയ്ക്ക് അനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം കൂട്ടണം.
ഡോക്ടർമാർ കാലാനുസൃതമായി അറിവ് പുതുക്കിയിരിക്കണമെന്ന് നിയമം ഉണ്ടാക്കണം. മാത്രമല്ല ഈ ഏറ്റവും പുതിയ അറിവുകൾ വേണം ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നിയമം കൊണ്ടുവരണം. അപ്പോ നമ്മൾ 10 ആശുപത്രിയിൽ പോയാലും 10 ഡോക്ടർമാരെ കണ്ടാലും ഒരേ ചികിത്സയായിരിക്കും, ഒരേ രോഗനിർണയമായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രോഗി ഡോക്ടറിനുള്ള ആശയക്കുഴപ്പം ഉണ്ടാകില്ല, വൈരാഗ്യം ഉണ്ടാകില്ല, ആക്രമണം ഉണ്ടാവില്ല. മാത്രമല്ല ഓരോ രോഗിയെയും അവരുടെ വീട്ടുകാരോടും കൗൺസിലിംഗിന് വിധേയമാകണം. അതിന് ആനുപാതികമായി മനഃശാസ്ത്രജ്ഞരുടെ പോസ്റ്റിംഗ് ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഏറ്റവും കൂടുതൽ ഒരുപാട് പേർ രോഗികളാവുന്നതിന്റെ അടിസ്ഥാന കാരണം കടുത്ത മാനസിക സംഘർഷമാണെന്ന് പരീക്ഷണസിദ്ധമായി തെളിവുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ അത് ഏത് രോഗത്തിനും മനഃശാസ്ത്ര സമീപനം വേണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വിദേശത്തുള്ള പഠനങ്ങളിൽ അത് ഊന്നി പറയുന്നുണ്ട്. ഇപ്പോ പ്രമേഹത്തിന്റെ കാര്യത്തിൽ 10 വർഷം മുമ്പ് അതിന് പുതിയ നിലവിലുള്ള എല്ലാ സിദ്ധാന്തങ്ങളും തിരുത്തി കുറിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ഇവിടെ ചർച്ച വന്നിട്ടില്ല ആരോഗ്യ മേഖലയില്. അത് നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടും കുറെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ കൃത്യമാണ്. ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ ഒരു അച്ഛനെ സമാശ്വസിപ്പിക്കാൻ കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം അവിടുത്തെ ഒരു ആരോഗ്യ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനും അങ്ങേപോലെ ആഗ്രഹിക്കുകയാണ്. രാമകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാമകൃഷ്ണൻ, കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ രാമകൃഷ്ണൻ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ ആരോഗ്യ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? നല്ല ആരോഗ്യ സാഹചര്യം നേരത്തെ ബോംബെയിൽ നിന്നുള്ള ആൾ പറഞ്ഞ പോലെ വളരെ മെച്ചപ്പെട്ട. ഞാനൊരു പ്രമേഹ രോഗിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് മാസം 4 ഇൻസുലിൻ വീതം കിട്ടുമായിരുന്നു. ഇപ്പോ 3 കിട്ടുന്നുള്ളൂ. കൃത്യമായിട്ട് മരുന്നുകൊണ്ട് അതുപോലെ പിന്നെ ആരോഗ്യ സംവിധാനമൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടാണ് ഇപ്പൊ പോകുന്നത്. അത് തെറ്റായി പറയുന്നത് ശരിയല്ല. പിന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഡോക്ടർമാർ ഒരു ദിവസം ലക്ഷക്കണക്കിന് പേരെ ചികിത്സിക്കുന്നതാണ്. അതിനിടെ ഈ രീതിയിൽ നിയമം കയ്യിലെടുത്ത് പോയാൽ അയാൾക്ക് മറ്റു മാർഗങ്ങളുണ്ട്. സംഭവം അയാളുടെ പ്രയാസവും എല്ലാം അംഗീകരിക്കുന്നു. ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് ഒരു ആയുധമായി നേരിട്ട് പോയി അങ്ങ് വെട്ടുകയാണ്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വന്ദനദാസനെ പോലെ അതിനേക്കാൾ ക്രൂരമായി ഏത് അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ രംഗത്ത് നിൽക്കുക, നമ്മൾ അതുകൂടി തിരിച്ചറിയണ്ടേ? ഇതാണോ അതിനുള്ള പ്രതിവിധി? എന്ത് മാനസികാവസ്ഥയായാലും അയാൾക്ക് ഈ മുമ്പ് പറഞ്ഞ പോലെ കൗൺസിലിംഗും മറ്റും കാര്യങ്ങളൊക്കെ ആവശ്യം തന്നെ. നമ്മൾ അതുകൂടി കാണണം. ലക്ഷക്കണക്കിന് ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരാണ്. പരിമിതികളുണ്ട്. ഇപ്പം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലൊക്കെ ഒരു ജില്ലാ ആശുപത്രിയുടെ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ എണ്ണം പരിമിതമാണ് എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. കാരണം പിന്നെ 3-4 ജനറൽ ഡോക്ടർമാരെ ഉണ്ടാവാറുള്ളൂ. 100 കണക്കിന് 1000-കണക്കിന് രോഗികൾ ഉണ്ടാകുന്ന മലയോര മേഖലയിൽ നിന്ന് വരെയുള്ള രോഗികൾ ആശ്രയിക്കുന്നതാണ്. പക്ഷെ വലിയ രീതിയിലുള്ള മുന്നേറ്റം സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അതിന് ബോംബെയിലൊക്കെ ഇരിക്കുന്ന പിന്നെ നമ്മൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു നമ്മൾ ഓക്കെ. അപ്പോൾ അങ്ങ് പറഞ്ഞത് കൃത്യമാണ്. ഇപ്പോൾ കുറേയൊക്കെ ആശുപത്രികൾ പണ്ടത്തെ സാഹചര്യമൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഇന്ത്യയുടെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് തേടി വരുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. വെള്ളരിക്കുണ്ടിലെയാണോ അതോ ചെറുവത്തൂരിൽ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. സന്തോഷ്, ശബ്ദം കേട്ടാ അറിയാം. ചെറുവത്തൂരിൽ നിന്നാണ്. സന്തോഷേ, ഈ കാസർഗോഡൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലമാണ് ഇല്ലേ? ആരോഗ്യ പ്രശ്നം ഏറ്റവും കൂടുതലുള്ള സ്ഥലമല്ലേ? ഏറ്റവും കൂടുതലാണല്ലേ അവിടെ? മെഡിക്കൽ കോളേജ് വേണമെന്ന് ഉണ്ണിത്താൻ്റെ ആവശ്യം ശരിയാണ് അല്ലേ? എൻഡോസൾഫാന്റെ അല്ലേ പിന്നെ നമുക്ക് എയിംസ് വേണ്ടത് പോലും കാസർഗോഡല്ലേ വേണ്ടത്? എയിംസിന് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ലേ കാസർഗോഡ്? അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ ഇതിനു മുമ്പേ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വരുന്നു. നമ്മളെ പാലക്കാട് ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ ഡോക്ടർമാരുടെ വീഴ്ച കൊണ്ട് കൈ അവിടെ ഡോക്ടർമാരുടെ വീഴ്ചയാണ് വന്നത്. എന്നിട്ടോ സൂപ്രണ്ട് എന്താണ് ചെയ്തത്? അവിടെ ഡോക്ടർമാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അല്ലെ? ആ കുട്ടിയുടെ കൈ പോയി. 10 ലക്ഷം 20 ലക്ഷം കൊടുത്തെന്ന് വെച്ചോ, എന്ത് ചെയ്യും? വലത്തെ കൈയാ പോയത്. ജീവിതകാലം മുഴുവൻ കൊണ്ടുവരത്തില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ ഇതേപോലെ ചെയ്യും. കാരണം ഡോക്ടർമാർ മാത്രമാണ് ചെയ്യേണ്ടത്. അന്ന് ആ കുട്ടിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുറിവ് നോക്കാതെ, അവിടെ എന്ത് പറ്റിയെന്ന് നോക്കാതെ കൈ പാസിട്ട് കെട്ടിവെച്ച് പിന്നെ കോഴിക്കോട് കൊണ്ടുപോയി അത് മുറിച്ചു കളയേണ്ട അവസ്ഥ വന്നു. കാരണം ചിന്തിച്ചു നോക്കണം, ഒരു കൈ ഇല്ലാതിരിക്കുമ്പോൾ വലത്തെ കൈ 9 വയസ്സ്. ഞാൻ ആ വാർത്ത വരുമ്പോൾ
സാറേ അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാലും അത് കാലഘട്ടത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവരെ അത് എഴുതിത്തള്ളുന്ന ഒരു രീതി വരുന്നത് കൊണ്ടാണ് സമനില തെറ്റുമ്പോൾ ആളുകൾ കത്തിയുമായി ഇറങ്ങുന്നതെന്ന ആണ് പറയുന്നത്. സാറേ ഒറ്റ കാര്യം കൂടെ, നേരത്തെ ഒരു പ്രസംഗം പറഞ്ഞിട്ടു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി എല്ലാം കൂടി പുരോഗതി ഉണ്ടെന്ന്. ഹോസ്പിറ്റലും ഓടി പിടിപ്പിച്ചാൽ പോരാ. ഇന്ന് കോഴിക്കോട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ അധ്യാപകർ പഠിപ്പിക്കാനുള്ള അധ്യാപകൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ് അധ്യാപകൻ ടീച്ചിങ്ങും കൂടെ എടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അല്ല അങ്ങനെയാണ്. അല്ല മെഡിക്കൽ കോളേജിൽ അങ്ങനെയല്ലേ, ഡോക്ടർ പഠിപ്പിക്കുക അവർ ട്രീറ്റ് ചെയ്യുകയും ചെയ്യൂല. അല്ലല്ല, ഇന്ന് ഒരു വാർത്തകൾ കണ്ടതാണ് അധ്യാപകർ നിയമിച്ചിട്ടില്ല. ഈ ഡോക്ടർ തന്നെയാണ് അവിടെ പോയി കാത്തെടുക്കേണ്ട അവസ്ഥ. അപ്പം പേഷ്യന്റിനെ ആര് നോക്കും? അല്ലെ, അതല്ല ചിന്തിക്കേണ്ടത്. ഈ ഡോക്ടർ, അതായത് ഹോസ്പിറ്റലിൽ മോടി പിടിപ്പിച്ചാൽ മാത്രം പോരാ. ഹോസ്പിറ്റലിൽ ഇപ്പൊ നേരത്തെ പ്രശ്നം പറഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഡോക്ടറുടെ എണ്ണങ്ങൾ കൂട്ടണം, അല്ലെ? അതല്ല വേണ്ടത്. പിന്നെ ഡോക്ടർമാര് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങ് പറഞ്ഞത് കൃത്യമാണ്. കുറെ കൂടി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അങ്ങയുടെ നിലപാട്. ഓക്കെ, കൃത്യം. അപ്പൊ ഗോപിനാഥൻ പിള്ളை എന്നോടൊപ്പം ചേരുന്ന അടൂരിൽ നിന്നാണ്. ശ്രീ ഗോപിനാഥൻ പിള്ളை, ഞാൻ ഗോപിനാഥൻ പിള്ളയിലേക്ക് വരാം. നമ്മുടെ പ്രദീപ് ബർമുഡ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ കൺസെഷൻ കൊടുക്കാം. ബർമുഡ എന്ന് വിളിക്കില്ല. ശ്രീ പ്രദീപ്, നമസ്കാരം. നമസ്കാരം. പ്രദീപ്, ഇത് മാനുഷികമായി നോക്കണോ, നിയമപരമായി നോക്കണോ, അതോ നമുക്ക് എവിടെ നിൽക്കാൻ കഴിയും പ്രദീപ് ഈ വിഷയത്തിൽ? അപ്പോൾ എനിക്ക് വന്ന് പ്രദീപിൻ്റെ ഫോൺ എന്തോ കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊപ്പം പീതാംബരൻ കൂടി ചേരുന്നുണ്ട് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ആളുകൾ ധാരാളം ഉള്ളതുകൊണ്ടാണ്. ഹലോ. ഹലോ, സനൂപ് ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. മുൻകാലങ്ങളിൽ ഇപ്പൊ ഈ അടുത്തിടെയായി ഒരു കത്രിയ ഉള്ളിൽ പോയിട്ട് ഒരു സ്ത്രീ നടക്കുന്നു, ഒരു അവയവം ഒരു ട്യൂബ് എത്തിച്ചിട്ട് അതുമായിട്ടൊരു സ്ത്രീ നടക്കുന്നു. ഇപ്പൊ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ ഈ പഠിക്കാൻ വരുന്ന ഡോക്ടേഴ്സിനെ ഇരുത്തിയിട്ട് മറ്റുള്ള ഡോക്ടേഴ്സ് സമയത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടതാണ്. ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നമുക്കുണ്ടാവും. ആ ചെയ്തത് തെറ്റി, പക്ഷെ എന്നാലും നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർമാർ സമരം നടത്തിയത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം. കോടതി ആണെങ്കിലും നടപടിയെടുക്കുന്നുമില്ല. പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ അത് പല കേസുകളും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആളുകൾ ഇതിനകത്ത് പല മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ ആളുകളുടെ വയറിനകത്ത് കിടന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ കർശന നടപടി സ്വീകരിക്കാതെ അതിട്ടിങ്ങനെ ഉരുട്ടിക്കളിക്കുമ്പോഴാണ് തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നൊരു ബോധം ആളുകളിൽ ഉണ്ടാകുകയും അവർ കത്തിയെടുക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാ പറഞ്ഞ് വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത് എയിംസ് കാസർഗോഡ് വരണം എന്നാണ്. അപ്പോൾ ഗൗതം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഗൗതമിൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. കാരണം അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് എന്നത് ശരിയാണ്. എന്ന് കരുതി ആലപ്പുഴയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ആലപ്പുഴക്കാർ തെറ്റിദ്ധരിക്കേണ്ട. ഗൗതമിന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ പറയുന്ന കമൻറ്റ് വായിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ കമൻറ്റുണ്ട് ഗൗതം നമ്മളോടൊപ്പം ഉണ്ട്. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിൽ വിഷമിക്കേണ്ട. ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല.
നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പം ഈ വിഷയത്തിൽ നമുക്ക് കുറെ കൂടെ ചില ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ആശുപത്രിക്കകത്തു നിന്നുള്ള ചില CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ പൊതുവേദിയിൽ കാണിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുമായി ആ മനുഷ്യൻ വരികയാണ്. നോക്കൂ, ആ കുഞ്ഞുങ്ങൾക്ക് ഇതെന്താണ് തൻ്റെ പിതാവ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. അച്ഛനാണ് വിളിക്കുന്നത്. കുട്ടികൾ പുറകെ പോകുന്നു. ബാഗുമായി അയാൾ പോകുന്നു. ആ ബാഗിനകത്താണ് ഈ കത്തി വെച്ചിട്ടുള്ളത്. നോക്കൂ, ആ കുഞ്ഞുങ്ങൾ തുള്ളിക്കളിച്ച് പോകുന്നത് എന്താണ് സംഭവം എന്ന് അറിയാതെ ആ കുഞ്ഞുമക്കൾ അങ്ങനെ പോകുന്നതിൻ്റെ ഏറ്റവും വൈകാരികമായ ദൃശ്യമാണ്. പക്ഷെ അപ്പോഴേക്ക് ഇയാൾ ആക്രമിക്കാനാണ് പോയത് എന്നറിഞ്ഞു നോക്കൂ, ആ കുഞ്ഞുങ്ങൾ അവരെന്താണ് ചെയ്യുന്നത്. ആ മനുഷ്യനെ എല്ലാവരും കൂടെ പിടിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, അയാൾ ആക്രമിക്കാൻ പോകുമ്പോഴും ഇയാൾ ഒരു അക്രമകാരിയാണോ എന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷേ അയാൾ ചെയ്തതൊരു അക്രമമാണ്. കുഞ്ഞുമക്കളും തൻ്റെ അച്ഛൻ്റെ പുറകെ ചാടി അങ്ങ് പോവുകയാണ്. എന്തോ വൈകാരികമെന്ന് വെച്ചാൽ ഡോക്ടർ തലയ്ക്ക് വെട്ടേറ്റതിന് ശേഷം ബിബിനെ അങ്ങ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ആളുകൾ പിടിച്ചു വെച്ചപ്പോൾ പിന്നീട് അയാൾ അവിടെ നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ആ 2 കുഞ്ഞുങ്ങൾ നോക്കൂ, നിഷ്കളങ്കരായ 2 കുഞ്ഞുങ്ങൾ ഇതറിയാതെ അച്ഛനെ പിന്തുടരുകയാണ്. 2 മക്കൾ. തൻ്റെ ജീവിതവും തൻ്റെ എല്ലാം ലോകവും ഈ കുടുംബമാണ് എന്ന് മനസ്സിലാക്കിയൊരു മനുഷ്യൻ സമനില തെറ്റി കൈവിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇതൊരു പ്രേക്ഷകർക്കുള്ളൊരു സന്ദേശമാണ്. നമ്മൾ ചില വൈകാരിക നിമിഷങ്ങളിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ അത് നിരപരാധിയായ ഒരു ഡോക്ടറെ മാത്രമല്ല, അത് ആ വീട്ടിലെ അദ്ദേഹം ലോകമെന്ന് വിശ്വസിച്ച, അദ്ദേഹം തൻ്റെ എല്ലാം എന്ന് വിശ്വസിച്ച ആ ഭാര്യയെയും കുഞ്ഞിനെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു നടപടിയുടെ ദൃശ്യങ്ങളാണ്. എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, മനു കേൾക്കാം. ആ കുഞ്ഞുങ്ങൾ ആ അച്ഛന് പുറകെ പോകുന്നതിൻ്റെ വൈകാരിക ആ രംഗം നമുക്ക് കാണാൻ. അനീഷ്, ഞാൻ നേരത്തെ പറയരുത്, നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ഡോക്ടർ അനീഷിനോട് സംസാരിച്ച കാര്യങ്ങൾ, ഈ സനൂപ് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം അയാൾ നമ്മളുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകനാണ് എന്ന് പറഞ്ഞ കാര്യം, വൈകാരികമായി പോയി, സമനില തെറ്റിപ്പോയി, തൻ്റെ കയ്യിൽ നിന്നെല്ലാം കൈവിട്ടുപോയി എന്ന് ആ മനുഷ്യൻ വിതുമ്പി വിലപിച്ച നിമിഷത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അനീഷിന് എന്താണ് അവിടെ നിന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ളത്? മനു, ഞാൻ ഈ കുട്ടി മരിച്ച ഓഗസ്റ്റ് 14 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന ദിവസമുണ്ടായിരുന്നു. അന്ന് ആണ് സനൂപിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് ഒരുപാട് നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കാരണം വളരെ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന വേദന അന്ന് ആ സനൂപ് എന്നോട് പങ്കുവച്ചിരുന്നു. ഏറെ വൈകാരികമായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. കാരണം ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുമ്പോൾ അയാൾ ജോലി സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഭാര്യ ഓരോ നിമിഷവും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള വോയിസ് മെസ്സേജ്, ആശുപത്രിയിൽ എത്തി എന്ന് കാട്ടിയുള്ള മെസ്സേജ്, അത് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ചെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ രക്തപരിശോധനയ്ക്ക് പൂർത്തിയാക്കി എന്ന് പറയുന്നു. പിന്നീട് കുട്ടി കട്ടിലിൽ ഇരിക്കുന്ന ചിത്രം അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആശുപത്രി, അങ്ങനെ ഓരോ നിമിഷവും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയാണ് ആ കുടുംബം ഇരിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് ശേഷമാണ് പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി. ഏതാണ്ട് 1.5-2 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ തകിടം മറിയുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് അനീഷിനോട് അന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു വൈകാരിക അവസ്ഥയിലായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ ന്യൂസ് 18 പൊതുവേദിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അനീഷ് എന്നോട് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനീഷ് സംസാരിച്ചല്ലോ, കൈവിട്ടുപോയി എന്നൊക്കെ അനീഷിനോട് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ ഈ മനുഷ്യൻ മൊത്തത്തിൽ തകർന്നു പോയി. അപ്പോൾ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു, ഇയാളുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു, കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തിയ മനുഷ്യൻ സ്വയം പോരാടി നേടിയ ഒരു ജീവിതമാണ്. അവിടെ അയാളുടെ എല്ലാം ആ കുഞ്ഞു മക്കളും അയാളുടെ ഭാര്യയും കുട്ടികളുമായിരുന്നു. അത്രമാത്രം അവരെ സ്നേഹിച്ചു. അതിലൊരാൾ നഷ്ടപ്പെടുമ്പോഴുണ്ടായ വൈകാരിക വിക്ഷോഭമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണോ അനീഷ്? തീർച്ചയായും. ഇയാൾ ഈ കുട്ടികൾ 3 കുട്ടികളാണുള്ളത്. കൊല്ലം സ്വദേശിയാണ് ഇദ്ദേഹം. താമരശ്ശേരി ഭാഗത്ത് ജോലിക്ക് എത്തുകയും ഈ ഭാര്യയുമായി അടുപ്പത്തിലാവുകയും പിന്നെ അവർ വിവാഹം കഴിക്കുകയുമായിരുന്നു.
രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹകരണം ഇപ്പോഴും ലഭിക്കുന്നില്ല. തങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ 5 പേരടങ്ങിയ ഒരു ലോകമായിരുന്നു എന്നാണ് സനൂപിന്റെ ഭാര്യ നമ്മളോട് പറഞ്ഞത്. എല്ലാ ആഘോഷങ്ങളും അവർ ആഘോഷിക്കും. വീട്ടിൽ റംസാൻ ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും, ഓണം ആഘോഷിക്കും, വിഷു ആഘോഷിക്കും. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും നടത്തി കുട്ടികളോടൊപ്പം പുറത്തു പോകുക, അല്ലെങ്കിൽ കുട്ടികളോട് കളിചീരികളായി നിൽക്കുക, ഇതൊക്കെയായിരുന്നു ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ. പെട്ടെന്നാണ് അതിൽ നിന്ന് ഒരാൾ മാഞ്ഞു പോകുന്നു. ഒപ്പം ഈ കുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം തിരിച്ചു ലഭിച്ചപ്പോൾ ഒരു പൊതുദർശനത്തിന് വെച്ചപ്പോൾ പോലും ഈ സഹപാഠികളോ അധ്യാപകരോ അടക്കമുള്ളവർക്ക് പോലും കാണാൻ അതാണ് അനീഷ അതിലൊരു വലിയ ഒരു പ്രശ്നമല്ലേ. കാരണം ഒരു കുഞ്ഞ് മരിച്ചപ്പോഴാ അത് ഒരു അമീബിക് ജ്വരമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകരുത് എന്ന് അവിടുത്തെ സ്കൂളിലെ അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ, കുഞ്ഞിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ നിർദ്ദേശം ലഭിക്കും. അപ്പോൾ അധ്യാപകരില്ല, കുഞ്ഞില്ല, ഒരു അനാഥ ബാലനെ പോലെ തൻ്റെ മകൾ, അനാഥ ബാലികയെപ്പോലെ തൻ്റെ മകൾക്ക് ഇങ്ങനെ ലോകത്തോട് യാത്ര പറയേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരുപാട് വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. കാരണം ഈ 2 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, ഇളയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതൊക്കെ പല കാര്യങ്ങളും ഈ 9 വയസ്സുള്ള കുഞ്ഞാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ ഒരു നെടുന്തൂണായി നിന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ അസാമാന്യമായ പക്വത പ്രകടിപ്പിച്ച കുട്ടിയാണെന്നൊക്കെ അവർ തന്നെ പറയുന്നു. അങ്ങനെ നിന്ന കുട്ടിയെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന്റെ ഒരു മാനസിക ആഘാതം വളരെ വലുതാണ്. ആ ഭാര്യ തന്നെ പറഞ്ഞതനുസരിച്ച് രാത്രികളിൽ വീടിന് ചുറ്റും മകളുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരച്ഛൻ. ഈ ചെവിയിൽ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, കോടതിയിൽ വെച്ച് പറഞ്ഞത്, ഈ ചെവിക്കുള്ളിലൊരു കടന്നൽ ഇരമ്പം പോലെയാണ് എപ്പോഴും ഈ കുട്ടിയുടെ ഓർമ്മകളാണ്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി പോകുമ്പോൾ അത് ലഭിക്കാതെ വരുന്നു, ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ അത് ലഭിക്കാതെ വരുന്നു. അങ്ങനെ വന്നപ്പോൾ കൈവിട്ടുപോയി കാര്യങ്ങൾ എന്ന് തന്നെയാണ് എന്നോടൊന്ന് പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്തിന് ഈ ഡോക്ടറെ പരിക്കേൽപ്പിച്ചു എന്ന ചോദ്യത്തിന് അതിൽ കുറ്റബോധമുണ്ട് എന്ന് അയാൾ വാക്കുകൾ കൊണ്ട് പറയുന്നു. കാരണം ഈ ഡോക്ടറെ ഒരു പരിക്കേൽപ്പിക്കാൻ യാതൊരു തരത്തിലും ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ ഈ ഡോക്ടറുടെ മേലൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ ആ സമയത്തുണ്ടായ ഒരു വൈകാരികതയുടെ പുറത്ത് വന്നതാണ്. പക്ഷെ ആ സൂപ്രണ്ടിനോട് ചില വിരോധങ്ങൾ ഉണ്ട് എന്ന് അപ്പോഴും മറച്ചു വെക്കുന്നില്ല. പലപ്പോഴും ഈ സൂപ്രണ്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് അനീഷ ഇവിടെ സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നത്, മകൾ മരിച്ചു, പക്ഷേ അതിനുശേഷം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ മനുഷ്യന് കൃത്യമായി മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായി ചെല്ലുമ്പോഴും സാധാരണ സർക്കാർ ഓഫീസുകളുടെ നടപടിക്രമങ്ങളിലൂടെ അയാൾക്ക് കടന്നു പോകേണ്ടി വരുന്നു. ഒറ്റപ്പെട്ട ഒരു ജീവിതം കൊണ്ട് അയാൾക്ക് ആരും പിന്തുണ നൽകുന്നില്ല. ഈ ജ്വരം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ആരും വരുന്നില്ല. അങ്ങനെ ഈ ലോകത്ത് ആൾക്കൂട്ടത്തിൽ തനിയായി പോയൊരു മനുഷ്യനായി അയാൾ മാറുന്നു. അയാൾക്ക് എവിടെ ചെല്ലുമ്പോഴും കടമ്പകൾ മാത്രം. അങ്ങനെ അയാളെ അങ്ങോട്ട് പോയി സഹായിക്കാൻ നമ്മുടെ സംവിധാനത്തിന് വ്യവസ്ഥയില്ല. ഓരോ സർട്ടിഫിക്കറ്റിനും കാര്യങ്ങൾക്കുമായി അയാൾ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ സൂപ്രണ്ടിനിട്ടൊരു പണി കൊടുക്കണം എന്ന് അയാൾ തീരുമാനിക്കുന്നു, കത്തിയുമായി ഇറങ്ങുന്നു. പക്ഷേ അവിടെ സൂപ്രണ്ട് ഉണ്ടാകുന്നില്ല. തൻ്റെ പ്രതിഷേധം അയാൾ അങ്ങനെ നിയമം തെറ്റ് എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ തന്നെ അയാൾ ചെയ്യുന്നു. കുറ്റവാളി എന്ന് സമൂഹത്തിന് അയാളെ വിളിക്കാം, കുറ്റവാളി എന്ന് നിയമപുസ്തകങ്ങൾക്ക് അയാളെ വിളിക്കാം, നീതിന്യായ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ എവിടെയോ ഒരു കരുണ ഈ മനുഷ്യന് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അവിടെയാണ് ഇയാൾക്കത് കിട്ടാത്തത് കൊണ്ട് പറ്റിപ്പോയ ഒരു ദുരന്തമായി ഇതിനെ കാണേണ്ടത് കൂടിയില്ലേ അനീഷ്? അങ്ങനെ തന്നെ കാണണം. കാരണം സംവിധാനങ്ങളുടെ ഒരു പിഴവെന്നാണ് ഇപ്പോഴും അയാൾ പറയുന്നത്. അതിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് സൂപ്രണ്ടിനോട് അയാൾക്ക് വിരോധം തോന്നുകയും ചെയ്യുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ ഒരുപാട് നടത്തിക്കാതെ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിനപ്പുറം ചെയ്യുക എന്നത് ഒരു അധികാരിയുടെ ഒരു കാര്യമാണ്. അത് ചെയ്യുന്നതിൽ വീഴ്ച പറ്റി. അത്തരമൊരു വീഴ്ചയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ഈ കുട്ടി മരിച്ച ശേഷം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് ആശുപത്രിയിൽ നിന്ന് പറയുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ അദ്ദേഹത്തോട് പറഞ്ഞത് കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല മരിച്ചത്, സാധാരണ മസ്തിഷ്ക ജ്വരമാണ്, അത് ചികിത്സ നൽകിയാൽ മാറുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു തിരിച്ചറിവ് ലഭിച്ചപ്പോൾ തന്നെ അതൊരു കൊലയാണ്, അല്ലെങ്കിൽ കൊന്നതാണ് എന്നൊരു വികാരം. തന്റെ മകൾക്ക് നീതി തേടി പോയതാണ്. ആ കുട്ടി നിസ്സാരമായ ഒരു കുട്ടിയായിരുന്നില്ല, നല്ല മിടുക്കിയായിരുന്നു, പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. മാത്രമല്ല 2 കുഞ്ഞനിയന്മാർക്ക് ഒരു മാതൃതുല്യമായ സ്നേഹം നൽകുന്ന ഒരു സഹോദരിയായിരുന്നു. അതൊക്കെ ഈ അച്ഛൻ കാണുകയാണ്. ഒറ്റപ്പെട്ടു പോയൊരു ജീവിതത്തിൽ തൻ്റെ ഭാര്യ, അതുപോലെ ഈ കുട്ടികൾ, അത് അയാൾ അങ്ങേയറ്റം ചേർത്ത് പിടിച്ച അയാളുടെ സമ്പാദ്യവും സങ്കല്പവും സ്വത്തുമൊക്കെയായിരുന്നു. അതിൽ ഒന്നാണ് ആ വിധി അപഹരിച്ചത്. അപ്പോൾ അയാൾ അസ്വസ്ഥനായി, അയാൾ പ്രതികരിച്ചു. അത് പ്രതികരിച്ച രീതി തെറ്റാണ്, പ്രതികരിച്ച വ്യക്തി തെറ്റാണ്, നിയമ സംവിധാനങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോഴെല്ലാം തെറ്റാണ്. പക്ഷേ
അയാളുടെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അയാളെ സാന്ത്വനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു സംവിധാനത്തിൻ്റെ ഒരു കരങ്ങളും അങ്ങോട്ട് പോയില്ല. അങ്ങനെ അയാൾ നിരാലംബനായി തനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊരു ഒരു മോഹം അയാളിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്. എന്നിട്ടും അയാൾ നേരെ ചെന്ന് അയാൾ ഈ അക്രമം നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ വരും വരായികകളെക്കുറിച്ചൊന്നും ഓർത്തില്ലേ അനീഷേ ഈ മനുഷ്യൻ? അനീഷുമായി സംസാരിച്ചല്ലോ, വരും വരായികകൾ ഇങ്ങനെ വരും എന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് അയാൾ പറഞ്ഞിരുന്നു അനീഷേ? അയാൾക്ക് ഈ വരുംവരായികളെ പറ്റി ബോധ്യമുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കേവലം ഒരു യാദൃശ്യമായ സന്ദർശനമല്ല ആശുപത്രിയിലേക്ക് അയാൾ നടത്തിയത് നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും. ആദ്യം തന്നെ ഈ ആശുപത്രിക്ക് പുറത്തുള്ള ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലുള്ള ആ CCTVയിൽ തന്നെ വ്യക്തമാണ് 2 കുഞ്ഞുങ്ങളോടൊപ്പം, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളോടൊപ്പം, അതിൽ ഒരു കുട്ടി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടിയൊന്ന്, മറ്റൊരു ഇളയ കുട്ടി, ഈ 2 കുട്ടികളുമായാണ് കയറിപ്പോകുന്നത്. ഈ ആശുപത്രിയിൽ കയറി പോകുമ്പോൾ നമുക്ക് കാണാം കുട്ടികളുടെ തോളത്താണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ തോളത്താണ് ബാഗ് ഉള്ളത്. ബാഗ് അതും കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗ് ആണുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഒരച്ഛൻ 2 കുട്ടികളുമായി ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നതിൽ കവിഞ്ഞ യാതൊരു അസ്വാഭാവികതയും ആ വരവിലില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്കോ മറ്റാർക്കോ ഒരു സംശയവും തോന്നേണ്ടതില്ല. കാരണം ആയുധങ്ങളുമായി ആണ് അയാൾ ആശുപത്രിയിലേക്ക് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും കിട്ടുന്നില്ല. അതിനുശേഷം ഈ കുട്ടികളുമായി ഈ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിലുള്ള മുറിയിൽ വന്നു നിന്ന് കാര്യങ്ങൾ വിലയിരുത്തി പുറത്തേക്ക് പോകുന്ന ആളെ നമുക്ക് കാണാം. അങ്ങനെ പുറത്തു പോയ ശേഷം വീണ്ടും അകത്തേക്ക് വരികയും ഈ കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ ഇയാൾ ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അതാണ് അനീഷ്. പക്ഷേ എന്നെ ആ നടക്കുന്ന ആ കാര്യം, ആ 2 കുഞ്ഞുങ്ങൾ അച്ഛനെ പൂർണ്ണമായി വിശ്വസിച്ച് പുറകെ അങ്ങനെ പോകുന്നു. പക്ഷേ ഇത് വലിയൊരു തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാത്ത കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ അവർ പോകുന്ന ആ നടപ്പ് തന്നെ നോക്കൂ, എത്ര നിഷ്കളങ്കമായാണ് അവർ പോകുന്നത്. അനീഷിലേക്ക് ഞാൻ മടങ്ങി വരാം. പ്രദീപ് ബർമുഡയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നുകൊണ്ടാണ്. പ്രദീപേ, ഇത് കണ്ടിട്ട് കണ്ണ് നിറയുകയാണ്. പ്രദീപ്, 2 കുഞ്ഞുങ്ങൾ, അവരെന്ത് പ്രതീക്ഷിച്ചു? ഈ മനുഷ്യൻ അവരെ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഈ കത്തി വീശില്ലായിരുന്നു അല്ലേ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം മിസ്റ്റർ മനു. അത് എനിക്ക് തോന്നുന്നു അത് മറ്റൊരു പ്രദീപാണെന്നാണ് എന്റെ വിശ്വാസം. അനീഷ് എന്നുള്ളൊരു വ്യക്തി മിക്കവാറും മറ്റൊരു പ്രദീപായിരിക്കണം. ഒരു സാഹചര്യങ്ങളിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരിടത്തും പ്രതീക്ഷ കിട്ടാതെ വരുമ്പോൾ, നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു അവസ്ഥ വരുമ്പോൾ, ഒരു സ്ഥലത്തും നമുക്ക് നീതി കിട്ടില്ല എന്നൊരു ഉറപ്പ് വരുമ്പോൾ, ഒരുപക്ഷെ ആ വ്യക്തി സ്വയം മറന്ന് തനിക്ക് ചെയ്തതാവും. ഞാനത് ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ഫാക്ട് ഒന്ന് മനസ്സിലാക്കി നോക്കണം. ഒരു ഡോക്ടറെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പഠിച്ച് ഇപ്പം യൂറോപ്പിലോ, നമ്മുടെ വീണ ജോർജ് പറയുന്നത് പോലെ ആരോഗ്യ മേഖല യൂറോപ്പിന്റെ നിലവാരം എന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. യൂറോപ്പിലൊരു ഡോക്ടർ 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 7 hours ആണ് അവരുടെ വർക്ക്, 1 hour ബ്രേക്ക്. ആ 8 hours വർക്ക് ചെയ്യുമ്പോൾ അവര് നോക്കുന്ന പേഷ്യന്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 16 എണ്ണമാണ് മാക്സിമം. ഒരു ഡോക്ടർ അരമണിക്കൂർ വീതമാണ്. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ, കേരളം എടുക്കാം, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ ഏറ്റവും കുറഞ്ഞത് ഒരു 150 പേരെ നോക്കും. അവര് ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് ടൈമിന്, അവർക്ക് സ്കെഡ്യൂളോ ഓവർ ടൈം, അവർ ഇങ്ങനെ കിടന്നോടുന്നു. പക്ഷെ ഇതിനൊപ്പം വേറൊരു കാര്യമുണ്ട് മിസ്റ്റർ മനു. ഇപ്പൊ ദൈവത്തിന്റെ തുല്യം ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്നത്തെ ഡോക്ടർമാരുടെ മറ്റൊരു അവസ്ഥ അറിയാമോ? നമ്മൾ ഓരോ ആശുപത്രികളിലും, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഞാൻ പോകാറുള്ളത്. എനിക്ക് എന്തെങ്കിലും ഫീവറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം 2 മണിക്ക് മുമ്പേ 1 മണിയാകുമ്പോൾ ഒരു കൂട്ടം റെപ്രസെന്റേറ്റീവ് അവിടെ വന്നിരിക്കും. അറിയോ? ഡോക്ടർമാരുടെ ശരിക്കും ആക്ടിവിറ്റി എന്താണ്? ഒരു ഡോക്ടർ ചിരിച്ചുകൊണ്ട് ആരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വളരെ സിസ്റ്റം എന്നുള്ളത് വളരെ ഫെയിലിയർ ആണ്. പിന്നെ ഒരു കാര്യം എന്നുള്ള ഇന്നത്തെ സർക്കാരിന്റെയും ഈ സർക്കാരിനെ കുറ്റം പറയുന്നതിനൊപ്പം നിങ്ങൾ ജനങ്ങളെ നോക്കൂ. ഏത് ജനങ്ങളാണ് സന്തോഷമായിട്ട് കേരളത്തിലിരിക്കുന്ന? ഒരു സാധാരണ എത്ര ജനങ്ങളുടെ മുഖത്ത് സന്തോഷഭാവം കാണാൻ പറ്റും? വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ എന്റെ ഒരു അപേക്ഷ, ഇത് എത്രയൊക്കെ നമ്മൾ വിളിച്ച് നമ്മുടെ ഇത് പറഞ്ഞാൽ പോലും അതൊന്നും ഒരു ഗുണം ചെയ്യില്ല. എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തകർ താങ്കളുടെ ഒരു അപേക്ഷ ഉള്ളത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്, നമ്മുടെ ആശുപത്രി പരിസരം, നിങ്ങൾ അവിടെ എല്ലാം ഒന്ന് കയറി നോക്കൂ. ഒരു ശുചിമുറി ഉണ്ടാക്കിയിട്ടുണ്ടോ? നേരെ ജോബി, ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ മാനസികാവസ്ഥ തളർന്നു പോയി. പുതിയ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ ഹോപ്പുണ്ടോ? പുതിയ തലമുറ എങ്ങനെയാണ് ഇരിക്കുന്നത്? കുറെ രാഷ്ട്രീയക്കാര് അവരുടേതായിട്ടുള്ള ആൾക്കാരെ മാത്രം കുത്തി തിരികി അവർ കുറെ സന്തോഷമാണ്. ഇപ്പൊ ചാനലുകാരെ ഞാൻ വളരെ എനിക്ക് ദേഷ്യമുണ്ട്. കാര്യം നിങ്ങൾ ഈ സ്വർണത്തിന്റെയും ഇവരുടെ രാഷ്ട്രീയക്കാരുടെ അടിപിടിയുടെ പുറകിൽ പോകാതെ ദയവ് ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂ പ്ലീസ്. ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളൊന്നും കാണും. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷമായിട്ട്. ഒരു നല്ലൊരു ടോയ്ലറ്റ്
വ്യക്തമാണ്. അപ്പോൾ പ്രദീപ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രേക്ഷകർ നിൽക്കുന്നത് കൊണ്ടാണ്. ഏതായാലും നമ്മൾ വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിലും ഇനിയും കുറേ മാറാനുണ്ട്. അപ്പോൾ ഗൗതം എന്നോട് പറയുന്ന സർക്കാർ സംവിധാനം അങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയാനാകില്ല എന്ന് എന്നോട് പറയുന്നു. ചികിത്സാ പിഴവ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, വെട്ടിയാളും വെട്ടുകിട്ടിയ ആളും ഒക്കെ സുഖപ്പെടട്ടെ എന്ന് എന്നോട് അക്വേറിയസ് പറയുന്നു. അപ്പോൾ ഇത് ആരുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയണം എന്നത് ഒരു ചർച്ചയായി തന്നെ വരികയാണ്. തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയം നിന്നാണ്. ശ്രീ തങ്കച്ചൻ കുറേ ദിവസമായി എന്ന് വിളിച്ചിട്ട് വന്നു. തങ്കച്ചൻ കേൾക്കാമോ? നമസ്കാരം സാർ. നമസ്കാരം. തങ്കച്ചൻ, ആ വൈകാരികമായ ആ ദൃശ്യങ്ങൾ കണ്ടോ തങ്കച്ചൻ? ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങളുമായി. ഞാൻ ദുഃഖിക്കുന്നതിന് സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിവാഹം കഴിച്ചത്, ഞാൻ ഒറ്റപ്പെട്ടൊരു വിവാഹം കഴിച്ചത്. ഞാൻ ഒരു ജാതിയാണ് പോലും ഞങ്ങൾക്ക് ആരും സഹകരണബോധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും എന്റെ ഭാര്യ. എനിക്ക് ഇതുപോലെ 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. അതായത് വിവാഹം കൊണ്ട് കുടുംബത്തിൽ നിന്ന് അകലേണ്ടി വന്നു അല്ലേ? വിവാഹമായിരുന്നു? അല്ലല്ല, സ്വന്തം ജാതിയിലാണെ പോലും സാമ്പത്തികം ഇല്ലാത്തതും രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു. അവിടെയാണ് എനിക്ക് പരാജയം ഉണ്ടായത്. അപ്പൊ കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തി അല്ലേ? ഒറ്റപ്പെടുത്തി. ഞാനൊരു ഹൃദയരോഗിയാണ്. ഞാൻ ഹൃദ്രോഗിയാണ്. ഞാനിപ്പോഴും. അപ്പൊ ശ്രീ തങ്കച്ചന്റെ പ്രതികരണത്തിന് കുറെ കൂടി പ്രസക്തിയുണ്ട്. അങ്ങനെ കുടുംബങ്ങൾ ഒറ്റപ്പെടുമ്പോൾ പിന്നെ നമ്മുടെ ആകെയുള്ള ആശ്രയം ഭാര്യയും കുട്ടികളുമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ സാറേ കുട്ടികൾ 1/2 കിലോമീറ്റർ പോകാൻ എന്റെ പിള്ളേർ സ്കൂളിലേക്ക് വന്നു. സമയം കഴിയുമ്പോൾ ഞാനിവിടെ ഓടിച്ചില്ലും എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി. കാരണം നമുക്ക് അവർ മാത്രമേ ഉള്ളൂ എന്ന അങ്ങേയറ്റത്തെ ഉറച്ച ബോധം അതാണോ ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ആരും നിലവിട്ട് പോകുന്നൊരു സാഹചര്യമാണോ ഇത് തങ്കച്ചൻ? തീർച്ചയായും സാറേ, അത് എന്റെ അനുഭവത്തിൽ അത് തന്നെയാണ് ഞാൻ പറയാം. ഇത് വിളിക്കുന്ന എത്ര പ്രാവശ്യം വീട്ടിൽ കിട്ടുന്നറിയോ? കാരണം ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാർഡിയോളജി നല്ല ഡോക്ടർമാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ ഗവൺമെന്റ് ആശുപത്രി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്യുന്ന സംഭവം വെച്ചാൽ നമ്മൾ പറയുന്നതിന് മുമ്പേ മരുന്ന് കുറിച്ച് തരും. എന്താ രോഗം എന്ന് വെച്ചാൽ ടെലസ്കോപ്പ് കഴുത്തിലിട്ടിരിക്കുന്ന എന്തിനാ പരിശോധിക്കാൻ പോലില്ല. പക്ഷെ എന്നാൽ നല്ല ഡോക്ടർമാരുണ്ട്. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ ഉള്ള ഒരു ഡോക്ടർ എന്റെ സ്വന്തം ദൈവമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് അതുപോലെ അനുഭവം ഡോക്ടറിന് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്ടറെ എക്കോ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ. ഏതായാലും എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, അങ്ങ് ഒരുപക്ഷെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും മാത്രമായിരിക്കാം, മറ്റ് ബന്ധുക്കളൊക്കെ ഒരുപക്ഷെ അങ്ങയോട് പിടങ്ങിക്കാണും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. അങ്ങയ്ക്കിപ്പം പൊതുവേദിയുണ്ട്, നമ്മളൊരു വലിയ കൂട്ടായ്മയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ അതിജീവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായി നമ്മൾ മാറുകയാണ്. പക്ഷേ ഇതിൽ ശ്രീ തങ്കച്ചൻ നമ്മുടെ ഈ സനൂപും നമ്മുടെ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകനായിരുന്നു. പക്ഷെ അയാൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഫോണിലൊക്കെ ഇത് കാണുന്ന ഒരാളായിരുന്നു. ഒന്നും 2 മക്കൾ ഇനി ഉണ്ടെന്ന് ചിന്തിക്കാമായിരുന്നു സന്ദീപ് എന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു, എനിക്ക് 2 മക്കളും ഉണ്ടെന്ന്. ശരി, അതാണ് അങ്ങൊന്ന് പുറകിലേക്ക് നോക്കാമായിരുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം രവീന്ദ്രൻ ചേരുന്നു തൃക്കാക്കരയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, അതെ, ഈ അച്ഛൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകണം രവീന്ദ്രൻ? അച്ഛന് പൊതുവെ ഒരു പിതാവിന്റെ മാനസികാവസ്ഥയാണ് അവിടെ വന്നിട്ടുള്ളത്. അത് ഏതൊരു പിതാവിനും സംഭവിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് പെട്ടെന്നുണ്ടായ ഒരു കയ്യബദ്ധമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അതാർക്കും ഉണ്ടാവാം. സ്വാഭാവികമായി. അപ്പോൾ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അച്ഛനെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനായിരുന്നു, ആ നാടിനായിരുന്നു. ഇപ്പോൾ ഒരു മിശ്ര വിവാഹം കഴിച്ചതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഇതായിരുന്നു യഥാർത്ഥമായ ഒരു കൃത്യമായ ഒരു സമയം ഓടിയെത്തി ഈ പ്രശ്നത്തിൽ നിൽക്കാൻ. അവരുടെ കുടുംബാംഗങ്ങളോടാണ് എനിക്കത് പറയാനുള്ളത്. ഇതുപോലൊരു ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ ഓടി അവിടെ എത്താമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഡോക്ടറെ ആക്രമിക്കാൻ ആ പിതാവ് പോകില്ലായിരുന്നു. നമ്മുടെ സംവിധാനങ്ങളിലും ഇങ്ങനെ കുട്ടികൾ മരിച്ചൊക്കെ അച്ഛന്മാർ എത്തുമ്പോൾ ഇവരുടെ വൈകാരികത മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നം കൂടി നമ്മൾ കാണിക്കേണ്ടതാണ്. ഞാനും ഇതുപോലെ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോന്നിട്ടുള്ള മനുഷ്യനാണ്. അതായത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ വൈഫ് 2ാമത്തെ പ്രസവം നടന്നത്. അന്ന് 12 സിസേറിയനാണ് ഉണ്ടായിരുന്നത്. പ്രഷർ കൂടിയിട്ട് ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. 12 സിസേറിയൻ ചെയ്യുന്നതിനിടയ്ക്ക് 11 എണ്ണം കഴിഞ്ഞിട്ട് ഈ 12ാമത്തെ എൻ്റെ വൈഫാണ്. അന്നുണ്ടായിരുന്ന ഡോക്ടർ നോക്കിയിരുന്ന ഗൈനക്കോളജിസ്റ്റ് എൻ്റെ വൈഫിനെ മാത്രം അവിടെ കിടത്തി. എന്നിട്ട് പുള്ളിക്കാരത്തി പോയി.
ഒന്നൊന്നര മണിക്കൂറോളം അവിടെ കിടന്ന് പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചില്. ഈ കരച്ചിൽ കേട്ടിട്ട് ഞാൻ നോക്കിയ പുള്ളിക്കാരത്തി ടേബിളിൽ കിടന്ന് കരയാണ്. ഞാൻ അന്വേഷിച്ചപ്പോ ഈ 11 പേരും അവിടെ ഈ ഡോക്ടർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. 1000, 2000, 3000 രൂപ വരെ ഈ 25 വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 10 പൈസ കൊടുത്തില്ലായിരുന്നു, കാരണം എനിക്ക് ESA ഉണ്ടായിരുന്നു. ESAയുടെ ചീട്ടും കൊണ്ടുപോയിട്ടാണ് ഞാൻ കാണിച്ചത്. എന്നിട്ടും എന്റെ വയസ്സിൽ നോക്കിയില്ല. ഇത്രയും ഈ ചീട്ട് ഇതൊക്കെ കാരണം കൊണ്ട് കാണിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഈ ഡോക്ടർ ഇരിക്കുന്നിടത്ത് പോയി പുറകിൽ വീട്ടിൽ പോയിട്ട് 500 രൂപ കൊടുത്തതിന് ശേഷമാണ് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തത്. അത് ഒരനുഭവം. അത് കഴിഞ്ഞ് എന്റെ ആ മോള് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇതേപോലത്തെ അനുഭവം. വീണ്ടും ആ കുഞ്ഞും, അതായത് അങ്ങയുടെ കുഞ്ഞിനും ഈ പൈസ കൊടുക്കേണ്ടി വന്നോ പ്രസവത്തിന്? അതെ 500 രൂപ കൊടുത്തതിന് ശേഷമാണ് സിസേറിയൻ ചെയ്തത്. 500 രൂപയാണോ? 500 രൂപയ്ക്ക് വേണ്ടിയാണോ ഗർഭിണിയായ ഒരു സ്ത്രീയെ? അന്ന് 25 വർഷം മുമ്പാണ് പറയണത്. ഇപ്പൊ മോൾക്ക് 25 വയസ്സ് കഴിഞ്ഞ് 26ാമത്തെ വയസ്സാകുമ്പോ വന്ന് അന്ന് ജമീല ഡോക്ടർക്ക് കൈക്കൂലി മേടിച്ചിട്ട് DYFI ചെരുപ്പുമാല അണിഞ്ഞ് ഓർക്കണ്ട സാറ്. 2 ആഴ്ച മുമ്പത്തെ കാര്യം ഞാൻ പറയണത്. അല്ലല്ല DYFI ഉണ്ടായിരുന്നു. 2 കൂട്ടരുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വ്യക്തമാണ്, അപ്പൊ കൃത്യമാണ്. അപ്പൊ ഇത് ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അതിന്റെ 2 ആഴ്ച മുമ്പാണ് ഞാൻ ഡോക്ടറുടെ പേര് പറയുന്നില്ല, DMO ആണ് അത് നോക്കിയത്, ഗൈനക്കോളജിസ്റ്റ്. ഞാൻ ഡോക്ടറെ ഇപ്പൊ ഞാൻ മോശപ്പെടുത്തി സംസാരിക്കുന്ന പേര് പറയുന്നില്ല. ജമീല ഡോക്ടർ പിന്നെ ചാനലിലൊക്കെ വന്ന കാര്യം പിന്നെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തൃപ്പൂണിത്തുറ ആ കൊച്ച് അന്നത്തെ സംഭവത്തിന് ശേഷം ആ കൊച്ചിന്റെ പ്രസവം, അതായത് മോളില് പ്രസവിച്ച് ഭാര്യ പ്രസവിച്ച് ആ കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തൃപ്പൂണിത്തുറ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഇതേ അനുഭവം തന്നെ. അതായത് 25 വർഷമായി ആ കൈക്കൂലി എന്ന സംവിധാനത്തിന് ഒരു മാറ്റവുമില്ല. ഭാര്യ പ്രസവിക്കേണ്ടി വന്നപ്പോൾ 500 കൊടുക്കേണ്ടി വന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ആൾക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളാണ് തെറ്റുകാരെങ്കിലും പക്ഷെ ജനങ്ങൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ്? ഭാര്യ പ്രസവനോടുകൂടി നിലവിളി കേൾക്കുമ്പോൾ നമ്മൾ എന്ത് മാനസികാവസ്ഥയിൽ പുറത്തിങ്ങനെ കാത്തു കെട്ടി നിൽക്കും? വ്യക്തമാണ്, അത് വൈകാരികമായ ആളുകൾക്ക് മറ്റു വഴിയില്ലാതെ ചിലപ്പോൾ ചില ആളുകളുടെ സമനില തെറ്റും. അതും തന്നെയല്ല സാറേ, എനിക്കൊരു 4500 ESAന്ന് കാശ് കിട്ടാനുണ്ടായിരുന്നു. അതിൽ ഇവര് ഒരു സീല ചെയ്തോളൂ, റൗണ്ട് സീൽ ചെയ്തില്ല, പേ സീൽ ചെയ്തില്ല. ചതുരൻ ഒരു സീല് മാത്രം ചെയ്തിട്ട് എന്നെ വിട്ടു. ഞാൻ ഇത് കൊണ്ട് ESA പറഞ്ഞ ഒരു സീലും കൂടി വേണമെന്ന്. ഈ ഒരു സീല് ചെയ്യാനായിട്ട് 2ാമത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനിയും കാശ് വേണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനിയും കാശ് വേണമെന്ന് പറഞ്ഞ് അതും തന്നെയല്ല, ഞാൻ അവിടെ എത്തി ESA ഉള്ളതാണ്, ഞങ്ങളുടെ കാശ് കൊണ്ടാണ് ഡോക്ടർ ഇവിടെ ശമ്പളം മേടിക്കുന്നൊക്കെ പൊതുവെ ഞങ്ങൾ കാശ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞ് ഇനി വരുന്ന ESAയിൽ പേഷ്യൻസിനോടൊക്കെ ഞാൻ നിങ്ങളുടെ കാര്യം പറയും, നിങ്ങളെ ഞാൻ വെറുതെ ഇരുത്തില്ല, അവരോടൊക്കെ ഞാൻ നിങ്ങളുടെ കാര്യം പറയുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഡോക്ടർമാർ. ഈ 3 വർഷം മുമ്പ് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴും മോളുടെ പ്രസവം ആ കൊച്ച് കല്യാണം കഴിച്ചിട്ട് പ്രസവത്തിന്റെ കഴിഞ്ഞ് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കാണിപ്പോഴും അവിടെയും ഈ പൈസയുടെ വിഷയം വന്നു. എല്ലാവരും 2000-3000 രൂപ ഗൈനക്കോളജിസ്റ്റിന് കൊടുത്ത് ലാസ്റ്റ് 2:30 പ്രസവത്തിന്റെ ടൈമായപ്പോൾ നോക്കാൻ അവർക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. ബാക്കി മറ്റുള്ള പ്രസവത്തിനൊക്കെ അവർ വന്നു. ഞാൻ എന്നിട്ടും കാശ് കൊടുത്തില്ല. എന്നിട്ട് അവരെന്തിനാ ആ 2:30 നേരത്തെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് വിട്ടു രാത്രി. വ്യക്തമാണ്. അപ്പോൾ സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങയുടെ ആ ഒരു ദുരവസ്ഥ മനസ്സിലാകും. അത് വൈകാരികമായി അങ്ങ് എത്രമാത്രം സ്പർശിച്ചു എന്നും എനിക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നെപ്പോലും അത് വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ മുഹമ്മദ് മഞ്ചേരി, ശ്രീ മുഹമ്മദ് മഞ്ചേരി ചുരുങ്ങിയ വാക്കുകളിൽ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. നമസ്കാരം സാറേ. ആദ്യം തന്നെ കിട്ടിയതായിരുന്നു, അത് പോയി. ഇനി ഇപ്പൊ പറയാൻ പോവുകയാണ്, ആ ഡോക്ടർ ചെയ്ത് മഹാ തെറ്റാണ്. അതായത് അല്ല, ഡോക്ടർ ഇവിടെ നിരപരാധിയാണ്, അദ്ദേഹം ഇതുമായിട്ട് ബന്ധമില്ല. അത് വേറൊരു ഡോക്ടറാണ്, വെട്ടേറ്റത് വേറൊരു ഡോക്ടർക്കാണ്. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഓക്കെ, ഏതായാലും അങ്ങ് ആ കുടുംബത്തിനൊപ്പമാണ്. ഓക്കെ, ഷാജി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, എനിക്ക് വേറൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഷാജിയുടെ ടെലിഫോണിൽ എന്തോ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എത്തിയിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. ഇപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. അവരുടെ കുട്ടി മരിക്കുന്നതും അതിനു പകരമായിട്ട് അദ്ദേഹം പോയി ഡോക്ടറെ വെട്ടിയതും എല്ലാം സങ്കടകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഈ പണ്ട് പഠിച്ചിട്ടൊരു കവിതയുണ്ട്, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 കോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ എന്നൊരു കവിതയുണ്ട്. അതായത് ദേഷ്യം വന്ന് കിണറ്റി ചാടിക്കഴിഞ്ഞാൽ കയറി പോരാൻ പറ്റില്ല. അതാണ് സംഭവിച്ചേക്കുന്നത്. അദ്ദേഹത്തിന് സമനില തെറ്റിയ ഒരു അവസ്ഥ ഉണ്ടാവാം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ പ്രേക്ഷകരെല്ലാം കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖത്തിന് അമേരിക്കയിലെ മരണനിരക്ക് 97%, കേരളത്തിലെ 24%.
ആ 24% ആരോ ആണ് മരിച്ചത്. പക്ഷെ അത് നമുക്കത് ആരോ ആണ്, പക്ഷെ ആ മനുഷ്യന് അത് തൻ്റെ ഏക ആശ്രയമാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിപ്പോയി അതിൽ. അതെ, അതാണ് കാര്യം. പക്ഷെ നമ്മുടെ സംവിധാനം ഇന്ത്യയിലെ ഇത് ഇത്രയും നല്ല സംവിധാനം ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ഞാൻ ഇന്ത്യ പല സ്ഥലത്തും പോയിട്ടുണ്ട്. കേരളത്തിലോളം പറ്റുന്ന ഒരു സ്ഥലവും ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ സമ്മതിച്ചു, അല്ല അതിലൊന്നും ഞാൻ തർക്കിക്കാനില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇനി എന്തു മാറണം എന്നതിലേക്കുള്ള ഒരു നമ്മൾ മാറണം. നമ്മൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും. പക്ഷേ ഈ ശ്രീ കൃഷ്ണൻകുട്ടി, ഈ സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഡോക്ടർമാർക്ക് ഇടയിലെ അഴിമതി തടയാൻ നമുക്ക് കഴിയുന്നില്ലേ? ആളുകളെ അഴിമതിയുടെ കാര്യവും പറയാം. അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. അതിനെയും തുടച്ചു നീക്കണം. അതിന് തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഴിമതി നടക്കുന്നവരെ നമ്മൾ ഒറ്റിക്കൊടുക്കണം. ശരി, ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്, എനിക്ക് മനസ്സിലായി, അത് കൃത്യവുമാണ്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളുടെ മികവിനെക്കുറിച്ച് നമ്മൾ പറയുന്നു, പക്ഷേ നമുക്കെവിടെയോ ഒരു ചെറിയ പാളിച്ചയുണ്ട്. അത് എന്താണെന്ന് കൂടി കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇയാളെ വെറും ഒരു അക്രമകാരിയായി മാത്രം നമുക്ക് ചിത്രീകരിക്കാനാകില്ല. ഇത് തൻ്റെ ലോകവും തൻ്റെ സ്വപ്നവും തൻ്റെ പ്രതീക്ഷയുമൊക്കെ തൻ്റെ കുടുംബമാണെന്ന് വിശ്വസിച്ചു പോയ മനുഷ്യൻ്റെ ദുരവസ്ഥയാണ്. അയാൾക്ക് ഇങ്ങനെ ആകാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. അയാൾക്ക് എന്തുകൊണ്ടോ ഇങ്ങനെ ആകേണ്ടി വന്നു. തനിക്ക് കിട്ടാത്ത നീതി തേടി അയാൾ പോയത് തെറ്റായ വഴിയിലായിരിക്കാം. പക്ഷേ അയാൾ വലിയ ഒരു സത്യം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. ഇങ്ങനെ വേദനിക്കുന്നവരുടെ മനസ്സിന്, ഇങ്ങനെ വേദനിക്കുന്നവരുടെ ജീവിതത്തിന് തണലാകാൻ, അവർക്ക് ആശ്വാസമാകാൻ, സാന്ത്വനമാകാൻ കൂടി ഒരു സംവിധാനം നമുക്കുണ്ടായേ മതിയാകും. ഇന്നത്തെ പൊതുവേദി അവസാനിക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകരിൽ ചർച്ച ചെയ്തപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു വലിയ കാര്യം കൂടി പങ്കുവയ്ക്കുകയാണ്. സനൂപ് ദയ അർഹിക്കുന്നു എന്ന് 57% ആളുകളും പറയുന്നു. ഇതിൽ വോട്ട് ചെയ്ത 57% ആളുകൾ സനൂപ് ദയ അർഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം 43% ആളുകൾ നിയമം ആ ആൾക്ക് മുന്നിലും കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും എനിക്കിതിലൊരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. പ്രേക്ഷകരിൽ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. ഈ വിഷയം നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ചർച്ച ചെയ്യണം. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.